സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണോ ഇത്തരമൊരു പരിശോധനയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു സന്നാഹം ഒരുക്കുന്നതിലേക്ക് പോലീസ് നീങ്ങിയത് എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? നൗഫൽ, അങ്ങനെ തന്നെയാണ്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഡിസ്ട്രിക്ട് സ്പെഷ്യൽ ബ്രാഞ്ച് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ ഒരു റിപ്പോർട്ടാണ് ഈ പുകിലുകൾക്കൊക്കെ പിന്നിലെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്ന വിവരം. അതായത് രാഹുൽ സുള്ളിയിലുണ്ടെന്ന ചില വിവരങ്ങൾ പ്രചരിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ രാഹുൽ വന്ന് കീഴടങ്ങാൻ സാധ്യതയുള്ള ഏറ്റവും അടുത്ത കോടതി ഹോസൂർക്ക് കോടതിയാണ്. അത് ഏത് സമയത്തും അവിടെ വന്ന് കീഴടങ്ങിയേക്കാമെന്നുള്ള ചില സാധ്യതകളുണ്ട് എന്ന ചില സൂചനകളുണ്ട് എന്ന് ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് ജില്ലാ പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകുന്നു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി അടക്കമുള്ള ഒരു പോലീസ് സംഘത്തെ ഈ കോടതിക്ക് മുമ്പിൽ വിന്യസിക്കുകയും ചെയ്തു. എന്തായാലും വലിയ പോലീസ് സംഘം അവിടെ വിന്യസിക്കപ്പെടുന്നു. മാത്രമല്ല അത് ചില സംശയങ്ങൾക്കിടയാക്കുന്നു, ചില അഭ്യൂഹങ്ങൾ പരക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അവിടേക്ക് BJP പ്രവർത്തകരും DYSP പ്രവർത്തകരും സംഘടിച്ചെത്തുന്നു. വലിയ മുദ്രാവാക്യം വിളിയും പ്രതിഷേധങ്ങളൊക്കെ ആവുന്നു. മാത്രമല്ല 7:20 വരെ അവിടെ മജിസ്ട്രേറ്റ് കോടതിയിൽ തുടരുകയും ചെയ്തു. അതും ചില സംശയങ്ങൾക്ക് ഇടയാക്കി. എന്നാൽ മറ്റു ചില കേസുകളുമായി ബന്ധപ്പെട്ട് നാളെ പരിഗണിക്കേണ്ടുന്ന ചില കേസുകളുടെ വിധിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്കാണ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഇത്രയും നേരം തങ്ങിയതെന്ന വിവരം കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഇതൊക്കെ ഇത്രയും നേരം പ്രചരിച്ചിരുന്ന വാർത്തകളൊക്കെ പൂർണ്ണമായും തെറ്റാണ്. നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, ജില്ലാ പോലീസ് മേധാവിയും സംസ്ഥാന പോലീസ് മേധാവിയും ഇത് പൂർണ്ണമായും തള്ളുകയാണ്. അത്തരത്തിൽ അറസ്റ്റ് ഉണ്ടായിട്ടില്ല എന്ന വാർത്ത നമ്മൾ നൽകിയിരുന്നു. പക്ഷേ ചില മാധ്യമങ്ങളിൽ കസ്റ്റഡിയിൽ നിന്ന് തന്നെ ഉറപ്പിച്ച് വാർത്ത വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. അതോടുകൂടിയാണ് വലിയ തോതിൽ അവിടേക്ക് ആളുകൾ തമ്പടിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായത്. എന്തായാലും നാളെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി സമർപ്പിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് മുൻകൂർ ജാമ്യ ഹർജി തള്ളിയ സാഹചര്യത്തിലാണ് നാളെ ഹൈക്കോടതിയെ സമീപിക്കുന്നത്. അത് നാളെ തന്നെ പരിഗണിക്കാനുള്ള സാധ്യതയില്ല. എന്തായാലും തൊട്ടടുത്ത ദിവസം തന്നെ ആ ഹർജി പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും പോലീസ് അതിനു മുമ്പ് കസ്റ്റഡിയിൽ എടുത്തില്ലെങ്കിൽ ഈ ഹൈക്കോടതി മുൻകൂർ ജാമ്യ ഹർജിയുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമാകുന്നവരെ രാഹുൽ കീഴടങ്ങിയേക്കില്ല എന്ന വിവരം കൂടി നമുക്ക് ഹൈക്കോടതിയിൽ അദ്ദേഹം മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇന്ന് അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരുന്നു. മുൻകൂർ ജാമ്യം തടഞ്ഞുള്ള ഉത്തരവിന്റെ പകർപ്പ് മീഡിയ വണിന് ലഭിച്ചു. രാഹുൽ സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവ് നശിപ്പിക്കാനും ഇടയുണ്ട്. കുറ്റക്കാരനെന്ന പ്രോസിക്യൂഷൻ തെളിവുകളിൽ നിന്ന് വ്യക്തമാണ് എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വിവരം കൂടി സുനിൽ ഐസക് നൽകും. സുനിൽ, എത്രത്തോളം ശക്തമായ തെളിവുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രോസിക്യൂഷൻ നിരത്തിയത്? കോടതി അതിൽ എന്തിലൊക്കെയാണ് ബോധ്യം വന്നിരിക്കുന്നത് കോടതിക്ക്? ഈ കേസുമായി ബന്ധപ്പെട്ട് പരാതിക്കാരി ആദ്യഘട്ടത്തിൽ തന്നെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമ്പോൾ തന്നെ ചില പ്രധാനപ്പെട്ട എവിഡൻസ് ഇതിനൊപ്പം നൽകിയിരുന്നു. അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശബ്ദ സന്ദേശം, വാട്സപ്പ് ചാറ്റുകൾ, അത്തരത്തിലുള്ള ഇലക്ട്രോണിക് തെളിവുകൾ, അതുപോലെ രാഹുൽ മാങ്കൂട്ടം ഈ പരാതിക്കാരി താമസിച്ചിരുന്ന സ്ഥലത്തെത്തിയതിന്റെ CCTV ദൃശ്യങ്ങൾ അടക്കമുള്ളവയൊക്കെയായിരുന്നു നൽകിയിരുന്നത്. അതിന് പിന്നാലെ തന്നെ പോലീസ് ചെയ്തത് ഈ വാട്സപ്പ് ചാറ്റുകൾ സംബന്ധിച്ച വിശദാംശങ്ങൾ മെറ്റയോട് തേടി. ഒപ്പം അതിന്റെ റിപ്പോർട്ട് കിട്ടിയിട്ടില്ലെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒപ്പം ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലെത്തി ഈ ശബ്ദ പരിശോധന നടത്തി. അത് രാഹുലിന്റെ തന്നെയെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. അത്തരത്തിൽ ശാസ്ത്രീയമായ തെളിവുകളുമായിട്ടാണ് ഇത്തവണ അല്ലെങ്കിൽ ഇന്ന് കോടതിയിൽ പ്രോസിക്യൂഷൻ എത്തുന്നത്. എന്തായാലും ഈ തെളിവുകൾ കൂടി പരിശോധിച്ചതിന് ശേഷമാണ് കോടതി ഈ കേസിൽ പ്രഥമ ദൃഷ്ട്യാ തന്നെ രാഹുൽ മാങ്കൂട്ടം കുറ്റക്കാരനാണ് എന്ന കണ്ടെത്തലിലേക്ക് വരുന്നത്. മാത്രമല്ല ഈ പരാതിയിൽ വലിയ ഗൗരവമുള്ള പരാതിയാണെന്നും ഈ പരാതിയിൽ കഴമ്പുണ്ടെന്നും കോടതി വിധിപ്പകർപ്പിൽ വിശദീകരിക്കുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ വിധിപ്പകർപ്പിൽ കോടതി അത്തരമൊരു നിഗമനത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ പരാതി കഴമ്പുണ്ടെന്നും അതുകൊണ്ട് മാത്രമല്ല ഗൗരവമായ പരാതിയാണെന്നും ഗൗരവമായ കുറ്റങ്ങളാണ് ഇതിൽ ഉള്ളതെന്നും അതിൽ വിശദമായ അന്വേഷണവും നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ട സാഹചര്യമുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു. ഈ വാദങ്ങൾ, പ്രോസിക്യൂഷന്റെ വാദങ്ങൾ പൂർണ്ണമായും തന്നെ കോടതി അംഗീകരിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട ഒരു കേസ് എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു ഗർഭചിത്രം നടത്താൻ ഒരു യുവതിയെ പ്രേരിപ്പിക്കുക, മാത്രമല്ല യുവതിയുടെ ജീവന് തന്നെ ഭീഷണിയാകുന്ന തരത്തിലുള്ള ചില സമ്മർദ്ദങ്ങൾ, അതായത് മരുന്നുകൾ മറ്റും നൽകുക, അശാസ്ത്രീയമായ രീതിയിൽ ഒരു യുവതിയുടെ ജീവന് ഹാനി ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു ഗർഭചിത്രത്തിന് നിർബന്ധിക്കുക തുടങ്ങിയ വകുപ്പുകൾ, ആ കുറ്റങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് എന്ന് കോടതി കണ്ടെത്തി. മാത്രമല്ല ഈ പ്രതിക്ക് ഏതെങ്കിലും തരത്തിൽ മുൻകൂർ ജാമ്യം നൽകിയാൽ അത് വലിയ സമൂഹത്തിൽ വലിയ സ്വാധീനമുള്ള പ്രതി എന്ന നിലയ്ക്ക് തെളിവുകൾ നശിപ്പിക്കാനും സാക്ഷികളെയും വാദിയായ പെൺകുട്ടിയെ പോലും സ്വാധീനിക്കാനും ഭീഷണിപ്പെടുത്താനുമുള്ള സാധ്യതയുണ്ടെന്ന പ്രോസിക്യൂഷൻ വാദവും കോടതി ഏതാണ്ട് പൂർണ്ണമായി അംഗീകരിക്കുകയാണ്. അങ്ങനെയാണ് രാഹുലിന് മുൻകൂർ ജാമ്യം നൽകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് കോടതി എത്തുന്നത്. അങ്ങനെയാണ് ജാമ്യം നിഷേധിക്കുകയും ചെയ്യുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ കസ്റ്റഡിയിലില്ല. അദ്ദേഹത്തിനായി തിരച്ചിൽ തുടരുകയാണ് അന്വേഷണ സംഘം.